ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിലെ ബ്രേക്ക് ഷൂ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കൊന്ന് മാറ്റാനായിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് അത് ക്ലച്ച് ഷൂ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ക്ലച്ച് പുള്ളികളായാലും ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി ആയാലും റോളർ വെയിറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയാൻ ബെൽറ്റാണ്. ബെൽറ്റ് നമുക്ക് മാറ്റാനായിട്ട് കേട്ടോ. ബെൽറ്റ് പറയാനുണ്ടോ, ഇതിൻ്റെ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ പോകുന്നുണ്ട്. ഒരു ലെയർ അങ്ങോട്ട് പൊട്ടിപ്പോകുന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മറ്റുള്ളതൊക്കെ പൊട്ടിപ്പോവാം. അപ്പോൾ നമുക്ക് ബെൽറ്റ് എന്തായാലും ഒന്ന് മാറ്റിയിടണം. ചിലപ്പോൾ വഴിയിലൊക്കെ പെടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്ററും അതുപോലെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളായാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലെ ബുഷുകൾ കംപ്ലൈൻറ്റ്, ഷോക്കപ്പിൻ്റെ ബുഷും ലിങ്ക് ബുഷുകളും കംപ്ലൈൻറ്റ്. ഈ ലിങ്ക് ബുഷിൻ്റെ അതിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിവിടാം. പിന്നെ ഷോക്കപ്പിൻ്റെ 2 ബുഷും മാറ്റിയിട്ട് റീസെറ്റ് ആക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ലിവറൊന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിവറൊന്ന് മാറ്റാം. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഫ്രണ്ടിലെ LED ലൈറ്റ് ഒന്ന് മാറ്റണം. പിന്നെ അതുപോലെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആംറോണിൻ്റെ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ആക്സിഡൻറ്റ് കേബിൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ഓട്ടോമാറ്റിക്കായി റൈസ് ആയിക്കൊണ്ടിരിക്കണം. അത് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ആക്സിഡൻറ്റ് കേബിളൊന്ന് മാറ്റണം. പിന്നെ അത് സെക്കൻഡറി എയർ ഫിൽറ്റർ നമുക്കതൊന്ന് മാറ്റിയിടാം. ചെറിയ രീതിയിൽ പൊടിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറി എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട്. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ടയറാണ്. 2 ടയർ. ബാക്കിലെ ടയർ ഫുള്ളായിട്ട് പോയി. ഇത് ബാക്കിലെ ടയറാണ്. ബാക്കിലെ ടയർ ഫുള്ളായിട്ട് പോയി. പിന്നെ ഫ്രണ്ടിലെ ടയർ അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. ഇപ്പോൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നമുക്ക് ബാക്കിലോട്ട് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലോട്ട് ഇടാം. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിലെ ടയർ തേയുമ്പോൾ ബാക്കിലെ ടയർ മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്തിടാം ഇപ്പോൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ടയറിൻ്റെ അടക്കമുള്ള ഒരു ടയറിൻ്റെ കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.